നമസ്കാരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കോൺഗ്രസ് എംപിമാരോട് പറയാത്ത പല കാര്യങ്ങളുമൊക്കെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടത് എംപിമാരോട് ആ കന്യാസ്ത്രീകൾ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇടത് നേതാക്കളോട് മാത്രം അത് വെളിപ്പെടുത്തി എന്നതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായി തന്നെ ഞാൻ വിശദീകരിക്കുകയാണ്. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അതായത് ഇന്ന് ജോർജ് കുര്യൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു പ്രതികരണം രേഖപ്പെടുത്താൻ പറ്റില്ല എന്നാണ്. അവിടെ മതപരിവർത്തനം നടന്നു എന്ന രീതിയിലാണല്ലോ ഇപ്പോ എഫ്ഐആറുകളൊക്കെ എഴുതി ചേർത്തിട്ടുള്ളത്. മനുഷ്യക്കടത്ത് നടത്തി എന്ന രീതിയിലൊക്കെയാണല്ലോ എഫ്ഐആർ എഴുതി ചേർത്തിട്ടുള്ളത്. 143 വകുപ്പൊക്കെ ചുമത്തിയിരിക്കുകയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്കൊക്കെ അതിനെ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അതായത് ഈ വിഷയത്തിൽ ആ കുട്ടികളുടെ കുടുംബത്തിന് പോലും അങ്ങനെ ഒരു ആരോപണമില്ല. തങ്ങളുടെ മക്കൾ ജോലിക്ക് വേണ്ടി പോകുന്നു എന്നാണ് ആ കുടുംബം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തി. അല്ലാതെ ഇവിടെ ഒരു മതപരിവർത്തനം നടന്നിട്ടില്ല, ഇവിടെ ഒരു മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല എന്ന് അവർ പറയുമ്പോഴും ബജറംഗ് ദൾ, അതായത് ഇത്തരം ഒരു തീവ്ര സംഘടനയുടെ അത്തരം ചില തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെയൊക്കെ ചില ആവശ്യപ്രകാരമൊക്കെ ഇത്തരം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയ ഛത്തീസ്ഗഡ് പോലീസിന് ഒരു വല്ലാത്ത നമസ്കാരം കൊടുക്കാതെ വയ്യ. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇടപെടൽ നടത്തും, ഇപ്പൊ തന്നെ അവരെ വിളിച്ചിറക്കിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നമ്മുടെ BJP നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, അങ്ങനെ പല ഇവിടുത്തെ നാടക കമ്മിറ്റികൾ പോയിട്ട് എന്ത് സംഭവിച്ചു? അവരെ ഇറക്കിക്കൊണ്ടുവന്നോ? ഇല്ല. അതായത് ഇവരുടെ ഇടപെടൽ മൂലം ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കന്യാസ്ത്രീകൾക്ക് ഇട്ടിരിക്കുന്ന കുരുക്ക് ഒന്നുകൂടി മുറുകുന്ന സാഹചര്യം ഉണ്ടായി. ഇവർ മുറുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് പോയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ചോദിക്കാനുള്ളത്. അതായത് ജാമ്യം കൊടുക്കരുത് എന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. സർക്കാർ കർശനമായിട്ടുള്ള ഒരു നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു ഛത്തീസ്ഗഡ് ഗവൺമെന്റ്. എന്നാൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള പല ശബ്ദങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് പ്രതികരണമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മിണ്ടുന്നേ ഇല്ല, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ എംപിമാർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. കോൺഗ്രസിന്റെ എംപിമാർക്ക് ഈ കന്യാസ്ത്രീകളെ കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇടതുപക്ഷ എംപിമാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ, നേതാക്കൾ വരുമ്പോൾ പറ്റത്തില്ല, അങ്ങ് ചെല്ല് എന്ന് പറഞ്ഞു വെക്കുകയാണ്. വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുസ്ലിമുകളും ക്രൈസ്തവരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ശത്രുക്കളാണല്ലോ. അപ്പൊ അത്തരം ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ ഇടത് നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ സംഘടിപ്പിച്ചപ്പോൾ അതിനു മുമ്പിൽ ഛത്തീസ്ഗഡ് പോലീസിന് മുട്ടുകുത്തേണ്ടി വന്നു. അങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കാണിച്ചു കൊടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് പറയാത്ത പല കാര്യങ്ങളും എന്തായാലും ഇടതു നേതാക്കളോട് പറഞ്ഞു. റഹീം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇവരെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ എന്ത് പറഞ്ഞു എന്നതിനെ പറ്റി ഫേസ്ബുക്കിൽ തുറന്നെഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയവ് കൊണ്ട് ഇവിടെ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു. സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും സംഘപരിവാർ ക്രിമിനൽ സംഘത്തിൽ നിന്ന് നേരിട്ട ക്രൂരമായ ചോദ്യമാണിത്. അവർ ഇത് ഞങ്ങളോട് പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു, കണ്ടമിടറി, വാക്കുകൾ ഇടയ്ക്ക് നിന്നു. സഖാബ് ബൃന്ദയുടെ ചുമലിലേക്ക് ചാഞ്ഞു. വിചാരധാരയിലെ വരികൾക്ക് ജീവൻ വെച്ച ആ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പോലും ഇരുവരും പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് ബജ്രംഗ് ദൾ ക്രിമിനലുകൾ 2 കന്യാസ്ത്രീകളോട് അവരുടെ ഈ രാജ്യത്തെ അസ്തിത്വം ചോദ്യം ചെയ്തത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന 19കാരനായ ആദിവാസി യുവാവ് സുകുമായ് മാണ്ഡവിയെ ബജ്രംഗ് ദൾ ക്രിമിനൽ സംഘം പൊതിരെ തല്ലി. 2 പെൺകുട്ടികൾക്കും ക്രൂരമായ മർദ്ദനം കിട്ടി. അപ്പോഴും പോലീസ് മൂക സാക്ഷികൾ. നിയമത്തിന്റെ വഴിക്ക് എന്ന് പറഞ്ഞ BJP മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിയമപാലകരുടെ മുന്നിലിട്ടാണ് ഈ ഗൂണ്ടായിസം മുഴുവൻ നടന്നത്. രോഗങ്ങളുള്ള 2 കന്യാസ്ത്രീകൾക്കും കട്ടിൽ പോലും ഇതുവരെ നൽകിയിട്ടില്ല. കൊടും ക്രിമിനലുകളെ അടച്ചിരിക്കുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം തിരുവസ്ത്രം ധരിച്ച 2 മാലാഖമാർ. മോദിയുടെ ഇന്ത്യയിലെ നീതി നിഷേധത്തിന്റെയും ക്രിസ്ത്യൻ വേട്ടയുടെയും നേർക്കാഴ്ച എന്നാണ് റഹീം MP ഫേസ്ബുക്കിൽ കുറിച്ചത്. നോക്കൂ, എത്ര വൃത്തികെട്ട, എത്ര മോശമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവർക്കിത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ബജ്രംഗ് ദൾ ഈ പ്രവർത്തകരെ, ഈ തീവ്ര ഹിന്ദുത്വവാദികളെ ആരാണ് ഈ രീതിയിൽ ഇറക്കി വിട്ടിരിക്കുന്നത്? ആരാണ് ഇവരെ
ഇത്തരത്തിൽ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് BJP ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല? അവിടെ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ ആ കുട്ടികളെയും ഒക്കെ ഇവർ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസില്ല. മാത്രവുമല്ല, ഇന്നലെ കോടതിക്ക് മുമ്പിൽ എന്ത് വലിയ തെമ്മാടിത്തരമാണ് ഈ തെമ്മാടികൾ കാണിച്ചു കൂട്ടിയത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ പുറത്തു നിന്ന് പ്രതിഷേധിക്കുന്നു, ശബ്ദമുയർത്തുന്നു, അവർ സംഘർഷം ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. അവർ ഒരു വർഗീയ കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോഴും BJP ഗവൺമെന്റ്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. BJPയെ നിയന്ത്രിക്കുന്നത് ബജ്രംഗ് ദളാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ ഗൂണ്ടായുസത്തിനെതിരെ എന്തുകൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക്, ആ സർക്കാരിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബജ്രംഗ് ദളിനും താഴെയാണ് BJPയും BJP സർക്കാരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ലല്ലോ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളോടൊക്കെ ആ കന്യാസ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരുന്നത്? ഇതിനു മുമ്പ് ആരായിരുന്നു ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത്? കോൺഗ്രസ് ആണ്. അവിടെ ഭൂപേഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2022 ഡിസംബർ 25 ഒരു ക്രിസ്മസ് രാത്രിയിൽ ആ ക്രൈസ്തവ സമൂഹം നേരിട്ട ഒരു വലിയ സംഭവമുണ്ട്. ആരും മറന്നു കാണാൻ സാധ്യതയില്ല. അവിടെ ഇതുപോലെ തന്നെ തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ അഴിഞ്ഞാടി. അവർ അഴിഞ്ഞാടിയിട്ട് എന്താണ് സംഭവിച്ചത്? അതായത് ക്രൈസ്തവരുടെ അവിടുത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ അലങ്കോലപ്പെടുത്തുകയാണ്. അവരുടെ പുൽക്കൂടുകൾ തല്ലി തകർക്കുന്നു, അവരുടെ പള്ളികൾ തല്ലി തകർക്കുന്നു, മാതാവിന്റെയും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെയും ഒക്കെ രൂപങ്ങൾ തല്ലി തകർക്കുന്നു. അങ്ങനെ അഴിഞ്ഞാടുന്നു. എന്നിട്ട് ഈ ഭൂപേഷ് ബാഗേൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിച്ചോ? ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദം ഉയർത്തിയോ? ഇല്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവരെ വേട്ടയാടരുതേ എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോ ഇതൊക്കെ നന്നായി അവിടെ കിടക്കുന്ന കന്യാസ്ത്രീകൾക്ക് പറയാമെന്നേ. അതുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ പോരാടാൻ കഴിവുള്ള, ഇത്തരക്കാർക്കെതിരെ ശബ്ദം ഉയർത്താൻ കഴിവുള്ള ആളുകളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫോട്ടോഷൂട്ടും റീൽസുമാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇടത് നേതാക്കൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇടത് നേതാക്കൾ കടന്നു വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു അവർ അനുഭവിച്ച ആ ഒരു പീഡനങ്ങളെ പറ്റി. ശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിശക്തമായിട്ടുള്ള കന്യാസ്ത്രീകളെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴും ഈ കോൺഗ്രസും BJPയും ഒക്കെ ഒരേ മനസ്സോടെ ഇവിടെ ഈ വിഷയത്തിൽ ഇങ്ങനെ കിടന്നങ്ങ് ഉരുണ്ടു മറയുകയാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. എത്ര സംഭവങ്ങളോടെ നടക്കുന്നു. എന്തുകൊണ്ട് ലോകസഭയിലെ UDFന്റെ ഒരു MP-മാർക്ക് പോലും BJPയെ നോക്കി, BJP നേതാക്കളെ നോക്കി, പ്രധാനമന്ത്രിയെ നോക്കി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ, ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയുന്നില്ല? ഭയമാണ് കോൺഗ്രസിന് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MP ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം. കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്നവർ 2 കന്യാസ്ത്രീകളെ അന്യായമായി ഛത്തീസ്ഗഡിലെ തടവറയിൽ അടച്ചതിൽ മിണ്ടുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം ആക്രമണങ്ങൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സൽപ്പേരിനെ ബാധിക്കും. കഴിഞ്ഞ വർഷം മാത്രം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ 824 അതിക്രമങ്ങളാണ് ഉണ്ടായത്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിവുണ്ട്. JP നദ്ദയും S ജയശങ്കറും നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലാണ്. ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ക്രൈസ്തവരായോ എന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് ഉയർത്തിയത്. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് ആർക്കും ഉത്തരമുണ്ടായില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല? പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നമ്മുടെ UDFന്റെ MP-മാർക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്താൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പ്രതിപക്ഷത്തായി പോകുന്നത്, നിങ്ങൾ പലയിടങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും ദീപിക കൂടി ഒരു ലേഖനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടി വായിക്കേണ്ടതാണ്. ജാമ്യത്തിന് പോലും അർഹതയില്ലാതെ ദുർഗ് സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്ന 2 ആർദ്ര ഹൃദയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിലും ഛത്തീസ്ഗഡിലും ഭരണത്തിന് നേതൃത്വം നൽകുന്ന BJPയോട് ഞങ്ങൾ പറയുന്നു, രാജ്യത്ത് ക്രൈസ്തവ വേട്ടയ്ക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ ഹീനവും മനുഷ്യത്വരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണ്. നിങ്ങളെ നിയന്ത്രിക്കുന്നവരുടെ വികൃത മുഖം ലോകം മുഴുവൻ കാണുന്നുണ്ട്. വർഗീയ വിഷം വമിപ്പിച്ച് സത്യവും നീതിയും കുഴിച്ചു മൂടാൻ കയറൂരി വിട്ടിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തളയ്ക്കുക. ഒരു കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ, അവർക്കൊരു വരുമാന മാർഗം തെളിയിക്കാൻ മനുഷ്യത്വത്തിന്റെ പേരിൽ പരിശ്രമിച്ച 2 കന്യാസ്ത്രീമാരുടെ മുഖം അടിച്ച് പൊട്ടിക്കുമെന്ന് ആക്രോശിക്കുന്ന ബജ്രംഗ് ദൾ നേതാവിനെ നിങ്ങൾക്ക് ഭയമാണോ? അതോ അവർ നിങ്ങളുടെ ചട്ടുകമാണോ? ഛത്തീസ്ഗഡിൽ BJP നേതാവ് വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ബജ്രംഗ് ദളാണെന്ന് വരുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമാണ്. കന്യാസ്ത്രീമാരിൽ ബജ്രംഗ് ദൾ ആരോപിച്ച നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും തെളിയിക്കുന്നതിനാവശ്യമായ
എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടാണോ അവരെ നിങ്ങൾ കൊടും കുറ്റവാളികളാക്കി ജയിലിൽ അടച്ചിരിക്കുന്നതും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പദ്ധതിയിടുന്നതും? ഛത്തീസ്ഗഡിൽ നിയമപാലനം പോലീസിന്റേതല്ല, ബജ്രംഗ് ദളിന്റെ ഉത്തരവാദിത്വത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അതിക്രമം. ഇന്നലെ കോടതി പരിസരത്ത് തമ്പടിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് അവസരവും പിന്തുണയും നൽകിയ പോലീസിന്റെ ദൈന്യത ഇക്കാര്യം അടിവരയിടുന്നതായി. ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ അഭിഭാഷകന്റെ വാദവും ബജ്രംഗ് ദളിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതായി. ലോകത്ത് എവിടെയെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശക്തമായി അപലപിക്കാറുണ്ടല്ലോ. എന്നാൽ ഛത്തീസ്ഗഡ് സംഭവം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും സർക്കാർ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ കുംഭമേളയിലും വിവിധ ഹൈന്ദവ മഠങ്ങളിലും മറ്റു മതസ്ഥരായ അനേകം വിദേശീയരെത്തി പാർക്കുകയും പ്രാർത്ഥിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നതിനെ ആരും എതിർത്ത് കാണുന്നില്ല. പല രാജ്യങ്ങളിലും ഹൈന്ദവ സന്യാസിമാരടക്കം മത പ്രചാരണം നടത്തുകയും നിരവധി പേരെ ഹൈന്ദവ വിശ്വാസികളാക്കുകയും ചെയ്യുന്നുണ്ട്. ഹിന്ദുമതത്തിലേക്ക് ആരെയെങ്കിലും ആകർഷിപ്പിക്കുന്നതിനെ മതപരിവർത്തനം എന്ന് ആരും വിളിക്കുന്നില്ല. എന്തേ? മതപരിവർത്തനത്തിന് ഒറ്റ നിർവചനമേ ഉള്ളൂ. ക്രൈസ്തവ മതത്തിന്റെ ഉത്ഭവം മുതൽ ഭാരതത്തിൽ ക്രൈസ്തവരുണ്ടെന്ന സത്യം നിങ്ങൾ അറിയാത്തതാണോ? ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ക്രൈസ്തവർ എത്ര ന്യൂനപക്ഷമാണെന്നും അവരുടെ വളർച്ച ഒരിക്കലും ക്രമരഹിതമായി കൂടിയിട്ടില്ലേ എന്നും നിങ്ങളുടെ പക്കൽ കണക്കുകളില്ലേ? അതൊന്നും പരിഗണിക്കാതെ ക്രൈസ്തവർ വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന വ്യാജ ആരോപണത്തിന് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള BJP സർക്കാരുകൾ അവസരമൊരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് ഒരു വലിയ ലേഖനമാണ്, അതുകൊണ്ട് ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. പിന്നീട് ഒരിടത്ത് പറയുന്നു, സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് എവിടെയും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നില്ലെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടി BJP അപകീർത്തിപ്പെടുത്തുകയാണെന്നും ആണയിടുന്ന കേരളത്തിലെ BJP നേതാക്കൾ ഛത്തീസ്ഗഡിൽ നടന്ന ക്രൂരമായ ക്രൈസ്തവ വേട്ടയെ ഇനിയും ന്യായീകരിക്കാൻ തുനിയരുത്. മലയാളികളായ കേന്ദ്രമന്ത്രിമാർക്കും ഛത്തീസ്ഗഡിലേക്ക് കുതിച്ചെത്തിയ BJP നേതാക്കൾക്കും സത്യം ഏറെക്കുറെ മനസ്സിലായി എന്നത് പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനക്കോട്ടയൊന്നും ബജ്രംഗ് ദളിന് പ്രശ്നമല്ല. അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങളുടെ മേലാളന്മാർക്കൊട്ട് താല്പര്യവുമില്ല. അവർ ഒരിക്കലും അരുതെന്ന് പറയുകയുമില്ല. പീഡനങ്ങളും അടിച്ചമർത്തലുകളും യാതനകളും ക്രൈസ്തവ സഭയ്ക്ക് പുത്തരിയല്ലെന്ന് ഒരിക്കൽ കൂടി ബജ്രംഗ് ദളിനെയും കൂട്ടാളികളെയും ഓർമ്മിപ്പിക്കട്ടെ. 2 കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചാൽ തളരുന്നതല്ല ക്രൈസ്തവ വിശ്വാസവും പ്രേക്ഷിത ചൈതന്യവും. പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് പിന്തുണയുമായി 10,000 ജയിലിന് പുറത്തുണ്ട്. ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യം ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സഹനങ്ങൾ അനേകർക്ക് പ്രചോദനമാകും എന്നൊക്കെ പറഞ്ഞാണ് ലേഖനം പോയിട്ടുള്ളത്. എന്തായാലും ഈ BJPക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ പല പ്രചാരണമൊക്കെ നടത്തിയ ബിഷപ്പുമാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്നിടക്കൊക്കെ കാണുന്നത് നല്ലതാണ്. അരമനകൾ കയറി നടന്ന് എന്തൊക്കെ സംഗതികളായിരുന്നു BJP നടത്തിക്കൊണ്ടിരുന്നത്. സെൽഫി എടുക്കുന്നു, സെൽഫി അല്ലാത്തത് എടുക്കുന്നു, അതൊക്കെ എന്നിട്ട് പല ബിഷപ്പുമാരൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്തായി? അന്നേ പറഞ്ഞതാണ്, ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി അത് ഏത് ബിഷപ്പിനാണെങ്കിലും വേണമെന്ന്. ഇപ്പോ കൊണ്ടപ്പ പഠിച്ചു. ഇനി എന്തായാലും ഇതിൽ നിന്നൊരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.